നാം ചോദിക്കാതെ നമ്മളെ സൃഷ്ടിക്കുകയും നാം ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്ത ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം പരലോകത്ത് നമ്മൾ വിചാരണ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പരമാവധി സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ഏതൊരു കർമ്മത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ലക്ഷ്യമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. ഒരു യാത്ര പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. വസ്ത്രം ധരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. വിദ്യാഭ്യാസത്തിനും ജോലി ചെയ്യുന്നതിനും വിവാഹം കഴിക്കുന്നതിനും ഒക്കെ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. ആ ലക്ഷ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. എങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? ഈ ജീവിതത്തിലൂടെ അവൻ നേടിയെടുക്കേണ്ടത് എന്താണ്? എപ്പോഴാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ പറ്റുക? സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാക്കളും എല്ലാ നഫ്സും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അവൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ തിക്തമായ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കപ്പെടുക, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കണക്കാക്കി അളന്ന് കൃത്യമായി പൂർണ്ണമായി അവന് തിരിച്ചു കിട്ടുന്നത് യൗമൽ ഖിയാമ, പുനരുദ്ധാരണ നാളിലാണ്. ഫമൻ സുഹ്സിയ അനിന്നാർ. അന്ന് ആരാണോ നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, അവനാണ് ജീവിതത്തിൽ വിജയിച്ചവൻ. ഇവിടെ ഒരുപാട് സമ്പത്തുണ്ടായതുകൊണ്ടോ ആരോഗ്യമുണ്ടായതുകൊണ്ടോ സൗന്ദര്യമുണ്ടായതുകൊണ്ടോ വിഭവങ്ങൾ ഉണ്ടായതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ ഉള്ളത് കൊണ്ടോ ഒരു മനുഷ്യനും ജീവിതത്തിൽ വിജയിക്കുന്നില്ല. താൽക്കാലികമായ ചില സുഖങ്ങൾ ഉണ്ടായിരിക്കുമെന്നല്ലാതെ ജീവിത വിജയം സ്വർഗം കിട്ടുന്നവർക്കാണ്. ഈ സ്വർഗം ആർക്കുള്ളതാണ്? അത് ആർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖത്താൻ. അവ രണ്ടും സൃഷ്ടിക്കപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇതാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 133-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ധൃതിപ്പെടണം. മഗ്ഫിറത്ത് കിട്ടാൻ, പാപമോചനം കിട്ടാൻ ധൃതി കാണിക്കണം. പാപങ്ങൾ ചെയ്ത് എപ്പോഴെങ്കിലും പശ്ചാത്തപിക്കുന്ന സ്വഭാവമല്ല. ഏത് സമയത്തും പാപരഹിതമായ കൽബിന്റെ ഉടമസ്ഥനായി തീരാൻ എപ്പോഴും ഇസ്തിഗ്ഫാറിലേക്കും തൗബയിലേക്കും നിങ്ങൾ മടങ്ങണം. അതിന് നിങ്ങൾ ധൃതി കൂട്ടണം. വജന്ന, അതേപോലെ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടണം. സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മാക്സിമം ചെയ്ത് കൂട്ടാൻ വിശ്വാസികളെ നിങ്ങൾ തയ്യാറാകണം. ആ സ്വർഗത്തിന്റെ പ്രത്യേകത അർളുഹസ് സമാവാതു വൽ അർള്, അത് ആകാശഭൂമികളോളം വിശാലമാണ്, അതിനേക്കാൾ വിശാലമാണ്. ആകാശത്തെയും ഭൂമിയെയും എല്ലാം ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കി വെച്ചത് ലിൽ മുത്തഖീൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടതാണ് സ്വർഗം. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ മുത്തഖിയായിരിക്കണം. മുത്തഖിയായാലേ സ്വർഗം കിട്ടുകയുള്ളൂ. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിശ്വാസി, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസി മരിക്കുന്ന സമയത്ത് ആ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണ് അവൻ മരിക്കപ്പെടുക. പരലോകത്തെത്തിയതിനു ശേഷമല്ല അവന്റെ സ്വർഗം. സ്വർഗത്തെ കിനാവ് കണ്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ഭൂമിയിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിച്ച മുത്തഖിയായ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് തന്നെ മലായിക്കത്ത് അവനെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ്. സൂറത്തുൽ ഫജ്റിലെ 27 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ സമാധാനം കൊണ്ട് പുളകമണിഞ്ഞ മനസ്സേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, വളരെ തൃപ്തിപ്പെട്ടുകൊണ്ട് സംതൃപ്തനായിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചുകൊണ്ട് നീ പുറത്തേക്ക് വാ, മടങ്ങി വാ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ വിശ്വാസികളായ
ഇബാദുർ റഹ്മാനിന്റെ കൂട്ടത്തിലേക്ക് നീയും പ്രവേശിക്ക്. വദ്ഖുലി ജന്നതി, മരിച്ചിട്ടില്ല, മരിക്കാൻ പോകുന്നേ ഉള്ളൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് അവനോട് പറയപ്പെടും. കാരണം ഈ സ്വർഗം കിനാവ് കണ്ടിട്ടാണ് അവന്റെ ഇച്ഛകളൊക്കെ അവൻ മാറ്റിവെച്ചത്. ഈ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ പല താല്പര്യങ്ങളും മാറ്റിവെച്ചത്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ അവൻ ക്രമീകരിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി പണിയെടുത്തിട്ടുള്ളത്. ആ സ്വർഗം സ്വർഗം എന്ന പ്രാർത്ഥനയായിരുന്നു അവരുണ്ടായിരുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാരി, അല്ലാഹുവേ നീ എന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നീ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഇതാണ് അവന്റെ പ്രാർത്ഥന. മരിക്കുന്നതിന് മുമ്പ് മലായിക്കത്ത് അവനോട് പറയുകയാണ് സ്വർഗത്തിലേക്ക് വന്നോളൂ എന്ന്. അതേപോലെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവൻ തീർച്ചയാണ്. സുമ്മസ്തഖാമു, അതേപോലെ നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവന്റെ മേൽ മലായിക്കത്തുകൾ ഇറങ്ങും. ആ ഇറങ്ങുന്ന സമയത്ത് മലായിക്കത്ത് അവനോട് പറയും അല്ലാ തഖാഫു, നീ ഭയപ്പെടരുത് ഒന്നിനെയും. വലാ തഹ്സനു, കഴിഞ്ഞു പോയതിനെ കുറിച്ച് നീ ദുഃഖിക്കുകയും ചെയ്യരുത്. വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ടതില്ല, കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതി കുൻതും തുഅദൂൻ, നിനക്ക് മുത്തഖിയായി ജീവിച്ചാൽ സ്വർഗം തരാമെന്ന് അള്ളാഹു നൽകിയ വാഗ്ദാനം നിനക്ക് വന്നെത്തുകയാണ്, നീ സന്തോഷിച്ചുകൊള്ളൂ. അവന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്നിട്ട് പറയും നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിനക്ക് എപ്പോഴും സഹായികളായി ഞങ്ങളുണ്ടായിരുന്നു. വഫിൽ ആഖിറ, ആഖിറത്തിലും ഞങ്ങൾ നിനക്ക് സഹായികളായിട്ടുണ്ടായിരിക്കും, നിന്റെ വലിയായി ഞങ്ങൾ ഉണ്ടായിരിക്കും പരലോകത്ത്. മരിക്കുന്നതിന് മുമ്പ് വിശ്വാസികൾക്ക് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മരണത്തിന് മുമ്പ് മാത്രമല്ല, ഖബറിലും അവരുടെ സ്ഥാനം സ്വർഗത്തിലെ അല്ലെങ്കിൽ നരകത്തിലെ സ്ഥാനം അവർക്ക് കാണിക്കപ്പെടുമെന്നാണ്. ഇമാം ബുഖാരിയിലും മുസ്ലിമിലും കാണുന്ന ഒരു ഹദീസ്, അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞതായി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇന്ന അഹദകും ഇദാ മാത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ ഉരിള അലൈഹി മഖഅദുഹു ബിൽ ഗദാത്തി വൽ അശി, രാവിലകളിലും വൈകുന്നേരങ്ങളിലും അവന്റെ സ്ഥാനം ഖബറിൽ വെച്ച് അവന് കാണിക്കപ്പെടും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന ഫമിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ ആളാണെങ്കിൽ സ്വർഗത്തിലെ ആളുകളുടെ കൂട്ടത്തിലെ അവന്റെ സ്ഥാനം അവന് കാണിക്കപ്പെടും. വ ഇൻ കാന മിൻ അഹ്ലിൻ നാർ ഫമിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിന്റെ ആളായിട്ടാണ് മരിച്ചത് എങ്കിൽ നരകത്തിലെ അവന്റെ സ്ഥലം അവന് കാണിച്ചു കൊടുക്കും. അപ്പൊ ഖബറിൽ എല്ലാ ദിവസങ്ങളിലും രാവിലകളിലും വൈകുന്നേരങ്ങളിലും മുത്തഖിയായ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നത് അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടമാണ്. മരിക്കുന്ന സമയത്ത് അവൻ കണ്ടു മരിക്കുന്നത് ആ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ലഭിച്ചിട്ടാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗം. ആ സ്വർഗത്തിലേക്ക് വേണ്ടി പണിയെടുക്കാൻ, ഈ ഭൂമിയിലെ നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കാൻ, നമുക്ക് മഈശത്തിന് വേണ്ടി നമുക്ക് ജോലി ചെയ്യാം. ഒരാളെയും അല്ലാഹു ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാനോ ബിസിനസ്സുകാരനാക്കാനോ ഡ്രൈവറാക്കാനോ വക്കീലാക്കാനോ കർഷകനാക്കാനോ കൂലിപ്പണിക്കാരനാക്കാനോ ജനിപ്പിച്ചിട്ടില്ല. അത് അല്ലാഹു അനുവദിച്ചു തന്ന ഹലാലായ സമ്പാദ്യത്തിന്റെ മാർഗമായി നമ്മൾ സ്വീകരിച്ചതാണ്. അള്ളാഹു സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമേ അള്ളാഹുവിനുള്ളൂ. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവെ ഇബാദത്ത് എടുക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഉദ്ദേശമുള്ളൂ. ആ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ ഭംഗം വരുത്താത്ത രീതിയിൽ, അതിന് തടസ്സപ്പെടാത്ത രീതിയിൽ നമുക്ക് ഏത് ജോലിയും സ്വീകരിക്കാം, എന്ത് മാർഗവും സ്വീകരിക്കാം. പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്തെടുക്കുക എന്നതാണ്. ആ ഇബാദത്തെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചതാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തെ നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. ആ സ്വർഗത്തെ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ചിന്തകൾക്കപ്പുറത്താണ്. നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളൊന്നുമല്ല അവിടെയുള്ളത്. നമ്മൾ കേട്ടിട്ടുള്ള കേൾവിയുടെ ആസ്വാദനമൊന്നുമല്ല സ്വർഗത്തിലുള്ളത്. നമ്മുടെ ചിന്തകൾ കൊണ്ട് ഒരിക്കലും സ്വർഗത്തിലെ സുഖത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ
എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട കളറ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ കേട്ടിട്ടുള്ള എന്റെ കാത് കൊണ്ട് ഞാൻ കേട്ട ശബ്ദ ബീജികൾ മാത്രമേ ഞാൻ ആസ്വദിച്ചിട്ടുള്ളൂ. ഞാൻ കണ്ടതും കേട്ടതും രുചിച്ചതും ഞാൻ അനുഭവിച്ചതും മാത്രമേ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ആസ്വാദനം എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും തിർമിദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, ഖാല അല്ലാഹു തആല അഅദതു ലിഇബാദി സ്വാലിഹീൻ, എന്റെ സ്വാലിഹീങ്ങളായ ഇബാദുകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മാലാ ഐനുൻ റഅത്, ഇന്നേവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഇന്നേവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ആസ്വാദനങ്ങൾ, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നവരെ ചിന്തിക്കാൻ പോലും കഴിയാത്തത്, അനുമാനിക്കാൻ കഴിയാത്തത്, അപഗ്രഥിക്കാൻ കഴിയാത്തത്, ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വിശാലമായ സൗന്ദര്യമുള്ള ആസ്വാദനമുള്ള ഒരു സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കൊക്കെ സ്വർഗം റെഡിയാണ്. നമുക്കെല്ലാവർക്കും സ്വർഗം അവിടെ റെഡിയാ. ആ സ്വർഗം ലഭിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇവിടെ നമ്മൾ ഉണ്ടാക്കണം. അത് കിട്ടിയവർക്ക് മാത്രമാണ് അവിടെ വെച്ച് അത് ലഭിക്കുന്നത്. നമ്മൾ എന്ത് ചോദിച്ചാലും വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, സൂറത്തുൽ ഫുസ്സിലത്തിലെ 31-ാമത്തെ വചനം, നിങ്ങൾക്ക് അവിടെയുണ്ട് മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സ് എന്തൊന്നാവശ്യപ്പെട്ടാലും. അത്തരം സാധനങ്ങളൊന്നും സ്വർഗത്തിലില്ല എന്ന് പറയില്ല. മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും എത്ര ചോദിച്ചാലും എന്ത് ചോദിച്ചാലും വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സ് നിങ്ങളോട് എന്തൊക്കെ ചോദിക്കുന്നുവോ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ അവിടെ കിട്ടും. വലക്കും ഫീഹാ മാ തദ്ഉൻ, അത് മാത്രമല്ല കിട്ടുക. കാരണം നമുക്കറിയുന്നതല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, നമുക്കറിയുന്നതല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കറിയാത്ത എത്ര അള്ളാഹു അവിടെ വാഗ്ദത്തം ചെയ്തു വെച്ചതുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഉൻ, ചോദിക്കുന്നതൊക്കെ തന്നതിന് പുറമെ അള്ളാഹു വിശ്വാസികൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള മറ്റു കുറെ കാര്യങ്ങളുണ്ട്, അതും കിട്ടും. അത് നമ്മൾ ചോദിച്ചതല്ല, അത് ചോദിക്കാൻ നമുക്ക് അറിയില്ലല്ലോ. അവിടെ എന്തൊക്കെയുണ്ട് നമുക്കറിയില്ലല്ലോ. അതിന്റെ ആസ്വാദനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. നമുക്കറിയുന്നതൊക്കെ ചോദിക്കാം. അതിന് പുറമെ ചോദിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു വിശ്വാസികൾക്ക്, മുത്തഖീങ്ങൾക്ക്, ഇബാദുർ റഹ്മാനിന് എന്തെല്ലാം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു അവിടെ വെച്ച് നൽകും. അതിലൊരു ചെറിയൊരു സ്ഥലം അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ സഹൽ ബിൻ സഅദ് സാഇദി ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു സ്ഥലം, ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്പേസ്. ഒരു ചാട്ടവാർ വെക്കാൻ എന്താ സ്ഥലം വേണ്ടേ? അത്തരം ഒരു സ്പേസ് ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെച്ച് ലഭിക്കുക എന്നത് ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളും ഒരു മനുഷ്യന്റെ സ്വന്തം ഉടമസ്ഥതയിൽ വരുന്നതിനേക്കാളും മെച്ചമാണ് സ്വർഗത്തിലെ ഒരു ചാട്ടവാറടി വെക്കാനുള്ള സ്ഥലം കിട്ടുക എന്നത്. ഈ ലോകത്ത് ഒരുപാട് പണക്കാരുണ്ടല്ലോ. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും ഈ മലപ്പുറം ജില്ല പൈസ എടുത്ത് വാങ്ങാനുള്ള സമ്പത്തില്ലല്ലോ. ഈ അരീക്കോട് പഞ്ചായത്ത് പൈസ എടുത്ത് വാങ്ങാനുള്ള മുതലുണ്ടോ ലോകത്ത് ആരുടെയെങ്കിലും അടുക്കൽ? എന്താ നമ്മുടെ ഭൂമിയുടെ വില? എന്താ ഈ സ്ഥലത്തിന്റെ വില? സ്വർഗത്തിലെ ചാട്ടവാറ് വെക്കാനുള്ള ഒരു സ്പേസ് ഈ ലോകത്തെ മുഴുവൻ വിഭവങ്ങളും ലഭിക്കുന്നതിനേക്കാൾ മെച്ചമാണ് എന്നാണ്. അതാണ് സ്വർഗം. ആ സ്വർഗം ലാ യദൂഖൂന ഫീഹൽ മൗത്ത്, ആ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ മരിക്കുന്നില്ല, പിന്നെ മരണമില്ല. ഒരു മരണമില്ലാത്തൊരു ജീവിതം. എത്ര കാലം? 1000 കോടി വർഷം കഴിഞ്ഞാൽ മരിക്കുമോ? എത്രയോ ലക്ഷക്കണക്കിന് കോടികൾ കഴിഞ്ഞാൽ മരിക്കുന്നുണ്ടോ മനുഷ്യൻ? ലാ യദൂഖൂന ഫീഹൽ മൗത്ത്, അവിടെ വെച്ചൊരു മനുഷ്യൻ പിന്നെ മരിക്കുന്നില്ല. ഇല്ല മൗത്തൽ ഊല, ഭൂമിയിൽ വെച്ച് മനുഷ്യൻ മരിച്ചതോടുകൂടി മരണം എന്ന് പറയുന്ന സംവിധാനം അവിടുന്ന് കഴിഞ്ഞു. അത് നരകത്തെ കുറിച്ച് പറയുന്നിടത്തും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലാ യമൂതു ഫീഹാ വലാ യഹ്യ, നരകത്തിൽ ഒരാൾക്കും മരണമില്ല,
ഒരു ജീവിതം എന്ന് പറയാൻ അവിടുത്തെ അവസ്ഥ പറ്റുകയുമില്ല. ഒരു നല്ല ജീവിതമില്ല. എന്നാൽ എന്നെങ്കിലും ഒരു കാലത്ത് മരിക്കുമോ? ലാ യമൂതു ഫീഹ, മരിക്കുന്നില്ല. ഖാലിദീന ഫീഹ അബദ. സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തുണ്ട്, നരകത്തെക്കുറിച്ച് പറയുന്നിടത്തുണ്ട്. അബദിയത്താണ് പറയുന്നത്. എന്നേക്കുമായി നിത്യമായി ഒരിക്കലും മരണമില്ലാത്ത ഒരു രണ്ട് ജീവിതം, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ആ സ്വർഗം കിട്ടാൻ 1000 കൊല്ലം പണിയെടുക്കാനൊന്നും നമ്മോട് റബ്ബ് പറഞ്ഞിട്ടില്ല. 500 അതിൽ കൂടുതലോ വർഷം ഭൂമിയിൽ ദഅവത്ത് നടത്തണമെന്ന് നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടില്ല. ആകെ നമ്മുടെ ഈ ഉമ്മത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് മാ ബൈന സിത്തീന വസബഈൻ, 60ന്റെയും 70ന്റെയും ഇടയ്ക്കേ നമുക്ക് ആയുസ്സുള്ളൂ. ആ ആയുസ്സിൽ നമ്മുടെ ശൈശവം ഒഴിവാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന വാർദ്ധക്യം ഒഴിവാക്കി കഴിഞ്ഞാൽ, ബാക്കിയുള്ള ആ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലഘട്ടം അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യൻ ചെലവഴിക്കാൻ തയ്യാറായാൽ ആകെ കുറച്ചു കാലം, ഒരു 10-50 കൊല്ലം മാക്സിമം ഒരു 50 കൊല്ലം, ആ വർഷം അത്രയും കാലം ഒരു മനുഷ്യൻ തന്റെ റബ്ബിന് ഈ ജീവിതം കൊടുക്കാൻ തയ്യാറായാൽ അവന് തിരിച്ചു കിട്ടുന്നത് 50,000 കോടി കൊല്ലത്തെ സ്വർഗമൊന്നുമല്ല, ഒരിക്കലും മരിക്കാത്ത സ്വർഗമാണ്. ഈ 50 രൂപ കൊടുത്തൂടെ? ഒരു 50,000 രൂപ 50,000 കോടി തിരിച്ചു കിട്ടുമെങ്കിൽ ഈ 50 വർഷത്തെ ആയുസ് അള്ളാഹുവിന് കൊടുത്തൂടെ? അത്രയും വലിയ സ്വർഗം നമുക്ക് ലഭിക്കുമെങ്കിൽ ഈ ദുനിയാവിലെ ഈ 50 വർഷത്തെ ജീവിതത്തിന് എന്തിന് ഹറാം? എന്തിന് ഹറാം സമ്പാദിക്കണം? എന്തിന് ഹറാമിൽ സുഖിക്കണം? എന്തിന് ഹറാം കുടിക്കണം? എന്തിന് ഹറാം ചെയ്യണം? വർജിച്ചൂടെ കുറച്ചു കാലത്തേക്ക്? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ആഗ്രഹങ്ങളാണോ, എന്തെല്ലാം അഭിരുചികളാണോ, എന്തെല്ലാം അഭിലാഷങ്ങളാണോ ഒരു മനുഷ്യൻ ഭൂമിയിൽ ത്യജിച്ചിട്ടുള്ളത്, അതെല്ലാം അതിന്റെ എത്രയോ മടങ്ങ് സുഖത്തിലും സൗകര്യത്തിലും സൗന്ദര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവന് നൽകും. അതിന്റെ യാതൊരു ക്രമക്കേടുമില്ലാതെ. സ്വർഗം ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. ഒരു വിശ്വാസി എപ്പോഴും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതി സ്വർഗം. ആ സ്വർഗത്തിന്റെ വിശാലതയെ പറ്റി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആമന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും ആർക്കാണോ ഈമാൻ ഉള്ളത്, വ അഖാമസ് സ്വലാത്ത, അവൻ നമസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, വസ്വാമ റമളാൻ, അവൻ റമളാനിലെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ഖാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് അള്ളാഹു ഒരു ബാധ്യതയായി ഏറ്റെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് ചോദിച്ചു, അഫല നുബശ്ശിറുൻ നാസ്, ഈ സന്തോഷ വാർത്ത ഞങ്ങൾ ജനങ്ങളെ ഒന്ന് അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു. ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ, സ്വർഗത്തിൽ 100 തട്ടുകളുണ്ട്. 100 പദവിയാണ് സ്വർഗത്തിൽ. 100 പദവികളിലായിട്ടാണ് സ്വർഗാവകാശികളെ അള്ളാഹു പാർപ്പിച്ചിരിക്കുക. അഅദ്ദഹല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന മുജാഹിദുകളായ ആളുകൾക്കുള്ളതാണ്. മാ ബൈന ദറജതൈനി കമാ ബൈന സമാഇ വൽ അർള്, ആകാശ ഭൂമികളുടെ അത്രയും ദൂരമുണ്ട് ഓരോ തട്ടുകൾ തമ്മിൽ. 100 തട്ടുകളാണ് സ്വർഗം. അതിൽ 1ഉം 2ഉം തട്ടുകൾക്കിടയിലുള്ള അകലം എന്ന് പറയുന്നത് ആകാശഭൂമിയുടെ അത്രയും ദൂരമാണ്. ഫഇദാ സഅൽതുമുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുവെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ചോദിക്കേണ്ടത് സ്വർഗത്തിലെ ഫിർദൗസ് എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. ഫഇന്നഹു, ആ ഫിർദൗസ് നിൽക്കുന്നത് ഔസത്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലാണ്. വഅഅലൽ ജന്ന, 100 തട്ടുകളിൽ ഏറ്റവും ഉയർന്ന തട്ടിലാണ്. 100 തട്ടുകളിൽ ഏറ്റവും ഉയർന്ന തട്ടിൽ, ആ തട്ടിന്റെ മധ്യഭാഗത്താണ് ഫിർദൗസ് എന്ന് പറയുന്നത്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മീതെയാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. വമിൻഹു തുഫജ്ജറുൽ അൻഹാറുൽ ജന്ന, സ്വർഗത്തിന്റെ നദികൾ പുറപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, വലുത് ചോദിക്കണം. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കയറിക്കൂടാനല്ല ചോദിക്കേണ്ടത്. സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനത്തെ ലക്ഷ്യം വെച്ച് നിങ്ങൾ പണിയെടുക്കണം, ഇബാദത്തുകൾ ചെയ്യണം, അമൽ സ്വാലിഹാത്തുകൾ ചെയ്യണം. എങ്കിൽ നിങ്ങൾക്കത് അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാണ്. സ്വർഗം നമ്മുടെ
വികാരഭരിതമായിട്ടുള്ള നമ്മുടെ വാജ്ഞയായിരിക്കണം, നമ്മുടെ ആ ഏറ്റവും വലിയ ലക്ഷ്യമായിരിക്കണം. സകല പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായ ഉദ്ദേശം ആ സ്വർഗം കിട്ടുക എന്നുള്ളത് മാത്രമായിരിക്കണം. അത് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരായ ആ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ബറൂർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യം. ഖുൽതു യാ റസൂലല്ലാഹ് മിമ്മാ ഖുലിഖൽ ഖൽഖ്, സൃഷ്ടികളെ മഖ്ലൂഖിനെ എങ്ങനെയാണ് അള്ളാഹു എന്തൊന്നിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിനൽ മാ, വെള്ളത്തിൽ നിന്നാണ്. ഖുൽന, അപ്പൊ ഞങ്ങൾ ചോദിച്ചു അൽ ജന്നത്തു മാ ബിനാഉഹ, സ്വർഗത്തിലെ പല സ്ഥാനങ്ങളുണ്ടല്ലോ, ആ സ്വർഗമുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലബിനത്തും മിൻ ഫിദ്ദത്തിൻ വലബിനത്തും മിൻ ദഹബിൻ, അവിടുത്തെ ഇഷ്ടികകളെല്ലാം സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകളാണ്. സ്വർഗത്തിലെ ഇഷ്ടികകൾ സ്വർണമാണ്, ഫുൾ സ്വർണം. സ്വർണം പൂശിയതല്ല, റോൾഡ് ഗോൾഡ് അല്ല, തനി തങ്കം. സ്വർണം കൊണ്ടാണ് അവിടുത്തെ ഇഷ്ടികകൾ ഉള്ളത്, വെള്ളി കൊണ്ടാണ്. വമിലാതുഹൽ മിസ്കുൽ അദ്ഫർ, അടിച്ചു വീശുന്ന പരിമളം വീശുന്ന മസ്ക് കസ്തൂരിയാണ് അതിന്റെ ചേരുവ. ഇഷ്ടികകളെ തമ്മിൽ ചേർത്ത് പിടിപ്പിക്കുന്നത് കസ്തൂരിയുടെ സുഗന്ധമാണ്. അവിടുത്തെ കല്ലുകൾ എന്ന് പറയുന്നത് മുത്തുകളാണ്, പവിഴങ്ങളാണ്. മുത്തുകളും പവിഴങ്ങളുമാണ്. അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് സഅഫറാനാണ്. മൻ യദ്ഖുൽഹാ യൻഅം വലാ യബ്അസ് വയുഖല്ലദ് വലാ യമൂത്ത്, അവിടെ ഒരാൾ പ്രവേശിച്ചാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ അനുഗ്രഹവാസിയായി, പിന്നെ അവന് ഒരിക്കലും പ്രായം കൂടുന്നില്ല, അതിൽ നിന്നും അവൻ മരിക്കുന്നില്ല, അതിൽ നിന്നും അവൻ പുറത്തേക്ക് പോകുന്നുമില്ല, അവൻ മരണപ്പെടുന്നുമില്ല. അവന്റെ വലാ തബ്ലാ സിയാബുഹും വലാ യഫ്ന ശബാബുഹും, അവന്റെ യുവത്വം അവന് നശിക്കുന്നില്ല. സ്വർഗവാസികളുടെ വയസ്സ് 30ന്റെയും 33ന്റെയും ഇടക്കായിരിക്കും. എത്ര പ്രായം ചെന്ന് മരിച്ചാലും 30ന്റെയും 33ന്റെയും വയസ്സിന്റെ ഇടക്കുള്ള ഒരു യുവാവായി ആ യുവത്വം എത്ര കോടി വർഷങ്ങൾ കഴിഞ്ഞാലും പ്രായം തോന്നിപ്പിക്കാത്ത യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള അത്രയും നല്ല ആസ്വാദനമുള്ള ഒരു ജീവിതമാണ് സ്വർഗത്തിൽ ആളുകൾക്ക് ലഭിക്കുന്നത്. ഇതിൽ എല്ലാവരും പെടും. അമൽ സ്വാലിഹാത്തുമായി മുത്തഖിയായി ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ഇത് കൊടുക്കും. അള്ളാഹു ഒരിക്കലും ഈ വാഗ്ദത്തം ലംഘിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയാറുണ്ട് അള്ളാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, അള്ളാഹുവേ നീ പറഞ്ഞൊരു വാക്ക് ഒരിക്കലും നീ ലംഘിക്കുകയില്ല, അല്ലേ? ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം പറയുന്നത് തെറ്റിക്കുകയില്ല, ലംഘിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് വരാനിരിക്കുന്ന ജീവിതമാണ്, യാഥാർത്ഥ്യമായ ജീവിതമാണ്. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണം മാത്രമാണ്. ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല, വ്യത്യസ്ത തരത്തിലുള്ള ജീവിതമാണ് നമുക്കൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒരുപോലത്തെ ജീവിതം ലോകത്ത് ഒരു മനുഷ്യനും അള്ളാഹു നൽകിയിട്ടില്ല. ഒരാളുടെയും ആയുസ്സോ അറിവോ കഴിവോ സാഹചര്യങ്ങളോ ആരോഗ്യമോ ഒന്നും മറ്റൊരാളെ പോലെയല്ല, പലർക്കും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല മറ്റുള്ളവരുടെ പെരുമാറ്റം. ഞാൻ എത്ര ഉപകാരങ്ങൾ ചെയ്തു കൊടുത്താലും അതിന് നന്ദി കാണിക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കളോ ആയിരിക്കണം എന്നില്ല നമ്മുടെ ഭർതൃഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം ഒരുപക്ഷെ ഉണ്ടായിരിക്കണം എന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന നിറം ഉണ്ടായിരിക്കണം എന്നില്ല, നമ്മളുടെ ഉദ്ദേശിക്കുന്ന ഒന്നും തിരിച്ചു കിട്ടിക്കൊള്ളണം എന്നില്ല. ഇങ്ങനെയുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകിയത് എന്തിനാണ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇത്തരത്തിലുള്ള ഒരു ജീവിതം നിനക്ക് തന്നാൽ, ഇങ്ങനെയുള്ളൊരു
അവസ്ഥ ജീവിതത്തിൽ ഒരുപക്ഷെ സാമ്പത്തികമായ നിരന്തരമായ പരീക്ഷണങ്ങൾ, അസുഖം കൊണ്ടുള്ള രോഗം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ മറ്റു കഴിവുകേടുകൾ, പലതരത്തിൽ പരീക്ഷണങ്ങളിലാണ് നിങ്ങളെങ്കിൽ ലിയബുലുവക്കും ഇത്തരം ഒരു പരീക്ഷണമുള്ള ജീവിതം തന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ. അയ്യക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല ബെസ്റ്റ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കാൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരത്തെ ഒരു പരീക്ഷണമുള്ള ജീവിതം തന്നാൽ ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക എന്ന് നോക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു ജീവിതം. അവിടെ നിങ്ങൾ സ്വബർ കാണിക്കണം, ക്ഷമിക്കണം. ആ ക്ഷമിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. അവിടെ നിങ്ങൾ അള്ളാഹുവിനോട് കിട്ടിയതിന് നന്ദി കാണിക്കണം, നന്ദി കാണിക്കുന്നവർക്കുള്ളതാണ് സ്വർഗം. അവിടെ നിങ്ങൾ ഒരിക്കലും ഹറാമുകളിലേക്ക് പോകരുത്, അവിടെ തഖ്വ കാണിക്കുന്നവർക്കുള്ളതാണ് ആ സ്വർഗം. ആ സ്വർഗം നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അത് ലഭിക്കാനുള്ള അവസരം നമ്മളായിട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സ്വർഗം, ആ സ്വർഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് ആദ്യമായി തുറക്കപ്പെടുന്നത്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് ഈ റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, നഹ്നുൽ ആഖിറൂൻ മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൽ ഏറ്റവും അവസാനത്തെ ഉമ്മത്ത് എന്റെ ഉമ്മത്താണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. ഇനിയൊരു നബി വരാനില്ല. അനേകം അമ്പിയാക്കൾ, 1,00,000-ലധികം അമ്പിയാക്കളും അവരുടെ ഉമ്മത്തും കഴിഞ്ഞുപോയി. പക്ഷേ ഞാനാണ്, എന്റെ ഉമ്മത്താണ് ഈ ദുനിയാവിൽ അവസാനത്തെ ഉമ്മത്ത്. വൽ അവ്വലൂന യൗമുൽ ഖിയാമ. അത് ദുനിയാവിന്റെ കാര്യത്തിലാണ്. പക്ഷെ പരലോകത്ത് വിചാരണ ചെയ്യുമ്പോഴും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും ആദ്യം പരിഗണിക്കുന്നത് എന്റെ ഉമ്മത്തിനാണ്. അവിടെ ഒന്നാം സ്ഥാനമാണ് എന്റെ ഉമ്മത്ത്. വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്ന ഉമ്മത്ത് ഈ ഉമ്മത്തായിരിക്കും. എന്നിട്ടേ ബാക്കി ഉമ്മത്തിന് അള്ളാഹു വിളിക്കുന്നുള്ളൂ. അത് ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള തെക്രീമത്താണ്. മാത്രവുമല്ല, അൻ സാബിത്ത് അൻ അനസ് ബിൻ മാലിക് ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതിൽ ബാബൽ ജന്ന. സ്വർഗത്തിന്റെ വാതിൽക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നു. യൗമൽ ഖിയാമ, പുനരുദ്ധാരണ നാളിൽ, ഫഅസ്തഫ്തിഹ്, സ്വർഗം തുറക്കാൻ, അതിന്റെ വാതിൽ തുറക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനോട്, റിദ്വാനോട് അള്ളാഹുവിന്റെ റസൂൽ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിൻ, അപ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരൻ ചോദിച്ചു, മൻ അൻസ്, ആരാണ് നീ? സ്വർഗം തുറക്കാൻ ആവശ്യപ്പെടാൻ നീ ആരാണ്? ഖുൽതു, ഞാൻ പറയും, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണെന്ന് പറയും. ഫയഖൂൽ, അപ്പോൾ ആ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പറയും, ബിക ഉമിർത്, നിങ്ങൾക്ക് തുറന്നു തരണം എന്നതാണ് എനിക്ക് കൽപ്പിക്കപ്പെട്ടത്. നിങ്ങൾ വന്ന് വാതിൽ മുട്ടിയാൽ തുറക്കണം എന്നതാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള കൽപ്പന. ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കരുത് എന്നതാണ്. ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഫളിലാണ് അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയത്. ആ റസൂലുള്ളാഹിന്റെ കൂടെ വലത് കാല് വെച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകളാണ് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം ആ സ്വർഗം നമുക്ക് ലഭിക്കുമെങ്കിൽ ദുനിയാവിൽ എത്ര പരീക്ഷണങ്ങൾക്കും നമുക്ക് വിധേയമാകാം, എത്ര വലിയ രോഗങ്ങൾക്കും വിധേയമാകാം, എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ക്ഷമിക്കാം, എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് വിചാരണയുമില്ല, അവർക്ക് ശിക്ഷയുമില്ല. അവരുടെ ജീവിതത്തിൽ പോരായ്മകളുണ്ട്, അവരുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കാഴ്ചകളിലോ കേൾവികളിലോ സംസാരങ്ങളിലോ നിലപാടുകളിലോ വീഴ്ചകൾ ഉണ്ടാകും. പക്ഷേ അവർക്ക് വിചാരണയില്ല. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, അവർക്ക് വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരാണവർ? ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ. തനിക്കൊരു ആവശ്യം വന്നപ്പോ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരണം, തനിക്ക് വേണ്ടി മന്ത്രിക്കണമെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെടാത്തവർ. മറ്റൊരാളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. നമ്മളെ കൂട്ടത്തിൽ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. അതിന് തെറ്റുണ്ടോ? ഒരു തെറ്റില്ല. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി മന്ത്രിക്കണം, റുഖിയ ചെയ്യണം എന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെടാതെ എന്റെ കാര്യങ്ങൾ എന്റെ റബ്ബിനോട് ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിക്കോളാം, എനിക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ആവശ്യപ്പെടുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല. ഞാൻ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും അവർക്ക് വേണ്ടി മലായിക്കത്ത് പ്രാർത്ഥിക്കും. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എനിക്ക് വേണ്ടി മലായിക്കത്ത് പ്രാർത്ഥിക്കും.
പക്ഷെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെടാത്തവൻ, മന്ത്രിക്കണമെന്ന് റുഖിയ ചെയ്യണമെന്ന് ആവശ്യപ്പെടാത്തവൻ, വലാ യതതയ്യറൂൻ പക്ഷികളെ വിട്ട് ഭാഗ്യപരീക്ഷണം നടത്താത്തവൻ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ത് പ്രതിസന്ധികളിലും അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന ഈമാനിന്റെ കടുകട്ടിയുള്ളവൻ, അത്തരം 70,000 ആളുകൾ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ് അവർക്ക് പരലോകത്തെ ഹിസാബില്ല, അവർ നേരെ സ്വർഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.